ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു നിക്കാഹിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കല്യാണത്തിന് പോയതും കണ്ണൂരിൽ പോയതൊക്കെ. അപ്പോൾ കണ്ണൂരിൽ പോയ ഇതിൻ്റെ നിക്കാഹ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് അന്ന് നിക്കാഹ് ചെക്കൻ്റെ വീട്ടിലാണ്, പിയാപ്പിളിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ വൈകുന്നേരം എല്ലാവരും 4 മണിക്ക് അങ്ങോട്ട് പോയി. ഞങ്ങൾ റെഡിയായിട്ട്, ഞാനും മക്കളും റെഡിയായിട്ട് ഇത് ആ പെണ്ണിൻ്റെ വീട്ടിലോട്ടോന്നാണ്. പെണ്ണിൻ്റെ വീട്ടിലെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇതൊക്കെ. കാരണം എനിക്ക് ദ്വീപിലെത്തിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. ഇപ്പോൾ എല്ലാം എറണാകുളത്തൊക്കെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ അല്ലേ, ഹോളിലൊക്കെ വെച്ചിട്ടല്ലേ, അപ്പോൾ ഈ കാഴ്ചകളൊന്നും കാണില്ല. അപ്പോൾ ഇത് പെണ്ണിൻ്റെ ഉമ്മയാണ് കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. മറ്റുള്ളത് പെണ്ണിൻ്റെ അയൽവാസികളാണ്. ഇവിടെ വന്നിട്ട് മാക്സിമം ഒരു 10-15 മിനിറ്റ് ആകുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ബയോഗ്രാഫി മൊത്തം കൈ, ഇനി ജോഗ്രഫിയും കൂടി കയ്യിലെടുത്താൽ ഓക്കെ ആയി. അപ്പോൾ ഇന്ന് രാത്രി നിക്കാഹിന് വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ചെക്കൻ്റെ വീട്ടിലാണ് നിക്കാഹ്. അപ്പോൾ ആണുങ്ങളെല്ലാം അങ്ങോട്ട് പോയിട്ട്, പെണ്ണുങ്ങളെല്ലാം ഇന്നിപ്പോൾ അത്യാവശ്യം നമ്മൾ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെണ്ണ് ബ്രൈഡ് ഇങ്ങനെ ഒരുക്കത്തിലാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാ എല്ലാവരും കാണിച്ചു തന്ന കൈ, മൈലാഞ്ചി ഇട്ട കൈ കാണിക്ക്. ഞാൻ ഫോക്കസ് ചെയ്യാം. കൈ കാണിക്ക്, കുട്ടിപ്പെട്ടോളൊക്കെ കൈ കാണിക്ക്. സൂപ്പർ. ഇന്ന് മൈലാഞ്ചി രാത്രിയാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് ബ്രൈഡിന്റെ ഒരുക്കത്തിലാണ്. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. സൂപ്പർ ടാ. ഓക്കെ. അപ്പോൾ ഇതാ ആണുങ്ങളെല്ലാം നിക്കാഹിന് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. മഹർ കൊടുത്തത് ഇതാണ്, കാണിക്കുന്നതാണ്. എല്ലാവർക്കും കൊണ്ടുവന്നിട്ട് മഹർ കൊടുത്തതാണ്. ഇത് രണ്ട് ചെയിനായിട്ടാണ്, ഒരു നെക്ലസും ഒരു ഇങ്ങനെ രണ്ട് സെറ്റായിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്തത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഇവരൊക്കെ. ഞാൻ നേരത്തെ 2-3 വീഡിയോസൊക്കെ ഇട്ടിരുന്നു കേട്ടോ. നമ്മളെ കണ്ണൂരിലെ എൻ്റെ വാപ്പാൻ്റെ വല്യപ്പാൻ്റെ വീട് കണ്ണൂരാണ്. അങ്ങനെയാണ് ആ ഒരു ബന്ധങ്ങൾ ഇപ്പോഴും കൊണ്ടുപോകുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിൽ. അപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണത്തിന് അവരെല്ലാവരും എല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ജയ്ബുത്താൻ്റെ മോളെ നിച്ചുവിൻ്റെ നിക്കാഹ് ഡേ ആണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ നാളെ കല്യാണം, ഇന്ന് നിക്കാഹ്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് അവിടെ അധികവും ഇങ്ങനെ കല്യാണം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം നിക്കാഹെല്ലാം കഴിഞ്ഞ ആൾക്കാരൊക്കെ എത്തി. പിന്നെ രാത്രി അവിടെ ഫുഡ് ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ കിച്ചൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ. അപ്പോൾ അവിടെ നെയ്ച്ചോറും ബീഫും എല്ലാം ഗ്രാൻഡായിട്ട് തന്നെ അവിടെ അന്ന് രാത്രി വരുന്നവർക്ക് അവിടെ നിക്കാഹുണ്ട്, നിക്കാഹിൻ്റെ ഫുഡുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്തവർ മാത്രമാണ് ഇന്നിപ്പോൾ വരാൻ. നാളെയാണ് കല്യാണത്തിന് എല്ലാവരും നാളെ ഉച്ചക്കാണ് കല്യാണം. ചോറ് കഴിക്കാനായിട്ട് വരാൻ. ഇപ്പോൾ പിന്നെ എല്ലാവരും ചോറ് കഴിക്കാറായി. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് നെയ്ച്ചോറും ബീഫ് കറിയും ചപ്പാത്തി പത്തിരി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഡിന്നർ തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ഫങ്ഷൻ തന്നെയായിരുന്നു, മാഷാ അല്ലാ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് കണ്ണൂരിലോ ഇവരെ വീട്ടിലൊക്കെ എത്താറുള്ളൂ. കാരണം നമുക്കങ്ങനെ പോകാനുള്ള കുറച്ച് ദൂരം ഉണ്ടല്ലോ എറണാകുളത്ത് നിന്ന്, എപ്പോഴും എത്താറുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും ഒന്ന് അടുത്തറിയാനും കാണാനും ഒക്കെ പറ്റുന്ന ഒരു സന്ദർഭങ്ങളാണ്. അപ്പോൾ അത് മാക്സിമം നമുക്ക് ഒരു മൈൻഡ് ഒരു നല്ല റിലാക്സ്, നല്ല സന്തോഷം തരുന്ന നിമിഷങ്ങളല്ലേ അതൊക്കെ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് അതാണ് വേണ്ടത്. നമ്മളെന്നും പോസിറ്റീവായി എടുക്കുക.
നെഗറ്റീവ്സിനെ പാടെ അവോയ്ഡ് ചെയ്യുക. കാരണം നമുക്ക് നെഗറ്റീവ്സ് ഇല്ലാത്ത ജീവികൾ ഉണ്ടാവില്ല, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും നമ്മളിൽ പോസിറ്റീവും നെഗറ്റീവ്സും. അപ്പോൾ സങ്കടവും സന്തോഷങ്ങളും ഇല്ലാത്ത ഒരു ജീവിതങ്ങളും ഉണ്ടാവില്ല. അത് മാക്സിമം നമുക്ക് ആ ഒരു പോസിറ്റീവിനെ എടുത്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതാ എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. ബ്രൈഡൊക്കെ ഒരുങ്ങി നല്ല മുഞ്ചത്തി കുട്ടിയായിട്ട് അവൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവളുടെ റൂം. അപ്പോൾ റൂമിൽ തന്നെ ഇരുന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളും കയറി റൂമൊക്കെ നോക്കി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ അങ്ങനെ നിന്നു. അങ്ങനെ വരുന്നവർക്കൊക്കെ ഈ ബ്രൈഡ് നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ, പുതിയ പെണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഡൻസിയാണ് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. ബ്രൈഡിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പുയ്യാപ്പിളമാർ ഗ്രൂമിൻ്റെ ഒപ്പമൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അന്നത്തെ ദിവസത്തെ ഒരു സന്തോഷങ്ങളാണ്. പിന്നെ ഇതൊക്കെ ആരെന്നറിയാം, അവളുടെ കൂടെ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സുമാരൊക്കെ വന്നിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്നിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് സമയത്തൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവരും അവരുടേതായി. പിന്നെ നാട്ടുകാരും അടുത്തുള്ളവരും ഇത് അയൽവാസികളാണ്, നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അവരാണ്. അവർ പോയി പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയി റെഡിയായിട്ട് വീണ്ടും വന്നതാണ്. നേരെ അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാരാണ് ഇത് രണ്ടും. അപ്പോൾ നല്ല പരിചയമായിട്ടാണ്. ഇനി എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ആ ഒരു സൗഹൃദങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും നല്ല നല്ല ആൾക്കാരാണ്, അറിയാമല്ലോ, കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ. ഞാൻ ഗൾഫിൽ പോയ അന്ന് മുതലേ എനിക്ക് കാണുന്നതാണ് ആ മലബാർ ഏരിയ, അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ളവർ ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട്. പക്ഷേ അങ്ങനെ നമുക്കറിയാം അവരുടെ ആ ഒരു ബിഹേവിങ് എന്താണെന്നുള്ളത്. കാരണം അത്രയും നല്ലൊരു നമ്മൾ ഗസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ, നമ്മളൊരു വൈക്കുന്ന കാണുകയാണെങ്കിൽ നല്ലൊരു സൗഹാർദ്ദമാണ് അവർ പുതുക്കാനും. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നവരപ്പുറം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആണുങ്ങൾ എല്ലാം ഈ സൈഡിലും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓടി നടന്നിട്ട് എല്ലാവർക്കും ഫുഡ് വിളമ്പിക്കൊണ്ടും എല്ലാവരും നോക്കിക്കൊണ്ടും വീട്ടുകാരും അങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. നമ്മൾ വീട്ടുകാർക്ക് ഒട്ടും നമ്മളോട് ഇരുന്ന് സംസാരിക്കാൻ ഒട്ടും സമയം കിട്ടില്ല. അത് ഈവൻ എനിക്ക് പോലും, ഞാൻ മോനെ കല്യാണം കഴിച്ചപ്പോൾ പോലും ഇപ്പോഴും വരാതെ പറയുന്നതാണ്. നമുക്ക് ഒരാളെടുത്ത് ഒന്ന് റിലാക്സ് ചുമ്മാ ഇരുന്ന് സംസാരിക്കാം. കാരണം നമ്മൾ തിരക്കായിരിക്കും. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും വന്നും ഇതാക്കി ചോറൊക്കെ കഴിച്ചിട്ട് മാഷാ അല്ലാഹ് അടിപൊളി കല്യാണമായിരുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അങ്ങ് കണ്ടാലോ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണേ. കല്യാണത്തിനെക്കുറിച്ചും കല്യാണ വീഡിയോയെക്കുറിച്ചും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നിക്കാഹിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അടിപൊളി ഗാനമേളയും ഡാൻസും കുട്ടികളുടെ പരിപാടിയും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.